കഥയിൽ ബബിത അലീനയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ കത്രയൊക്കെ ആയിട്ടാ ചെല്ലുന്നത്. അവൾക്ക് ദുരിതാശമായിരുന്നു. അങ്ങനെ മുറിയിലേക്ക് ചെന്നിട്ട് അലീനയുടെ ഭാഗം എടുത്തു. അതിനകത്തുനിന്ന് അലീനയുടെ ചുരിദാർ എടുത്ത് വെളിയിലിടുവാണ്. പിന്നീട് അതെല്ലാം കത്രയ്ക്ക് കട്ട് ചെയ്യുവാണ്. അവൾ അങ്ങനെ ചുരിദാർ ഇടണ്ട, അതായിരുന്നു ബബിതയുടെ മനസ്സിൽ അറിയുണ്ടാവുന്നത്. പിന്നീട് അതെല്ലാം കൂടെ അതിനകത്തേക്ക് കയറ്റി വെച്ച് സിബ് അടിച്ചിട്ട് ബബിത പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ടായിരുന്നു. കാരണം കണ്ടുണ്ടെങ്കിൽ തനിക്ക് പിടി വീഴുന്നുള്ള കാര്യം അറിയാം. അങ്ങനെ പിറ്റേ ദിവസം ബാലേന്ദ്രൻ പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് വന്ന് പത്രം എടുത്തുകൊണ്ട് വന്ന് വായിക്കാൻ ഒരുങ്ങാണ്. അപ്പോഴാണ് അലീനയുടെ കോൾ വരുന്നത്. അലീനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, ഇതെന്താടി ഇത്ര രാവിലെ? രാവിലെ ഒന്നല്ല, അച്ഛൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു. എഴുന്നേറ്റു. എന്നിട്ട് അച്ഛൻ ചായ കിട്ടിയോ? എഴുന്നേറ്റൊക്കെ ചെയ്തു. പതിവ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ചായ മാത്രം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതെ, ഒരു 2 മിനിറ്റ് എന്ന് പറയണം. 2 മിനിറ്റോ? 2 മിനിറ്റ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ബാലേന്ദ്രനോട് ഇവളെന്തായി 2 മിനിറ്റ് പറഞ്ഞെന്ന്. അതേസമയം ബാലേന്ദ്രൻ പിന്നീട് ചോദിച്ചു, അല്ല അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. രേവതിക്കുട്ടിയോ? രേവതിക്കുട്ടിക്ക് സുഖം, അവള് കോളേജിൽ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എന്താ നിനക്കും കോളേജിൽ പോകണമെന്നുണ്ടോ? അത് വേണ്ടച്ചാ, ഞാൻ പഠിത്തം നിർത്തിയിട്ട് 5 വർഷമായെന്ന് പറയണം. ഇനി 5 വർഷം ഒന്നും ഒരു പ്രശ്നമല്ല, ഇനി 5 അല്ല, എത്ര വർഷം കഴിഞ്ഞാൽ പോകാം. 10-60 വയസ്സ് കഴിഞ്ഞ് പഠിക്കുന്നവരുണ്ട്. പിന്നെയാണോ ഇത്രയും ചെറു പ്രായത്തിൽ എന്ന് പറയണം. അപ്പോഴേക്കാണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛാ ചായ എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കി. ആ സമയത്ത് അലീന ചോദിച്ചു, അല്ലച്ചാ ചായ കിട്ടിയില്ലെന്ന് ചോദിച്ചു. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു. 2 മിനിറ്റ് നീ പറഞ്ഞപ്പം ഇത്ര പെട്ടെന്ന് വരുന്നത് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ലെന്ന് പറയണം. അത് കേട്ടപ്പം അലീന പറഞ്ഞു, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പറയണം. പിന്നീട് പറഞ്ഞു, അതെ ആ കൃഷ്ണമോളിലേക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോളുടെ ഫോൺ കൊടുത്തു. കൃഷ്ണമോളോട് ചോദിച്ചു, അല്ല പറഞ്ഞ പോലെയൊക്കെ തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്? അതെ അതുപോലെ തന്നെ എന്ന് പറയണം. പിന്നീട് കൃഷ്ണമോൾ ചോദിച്ചു, അല്ലേ ചേച്ചി അവിടെ എന്തെടുക്കുക? ഞാനിപ്പോ ഇതേ വെറുതെ ഇരിക്കുക. അല്ല ഇന്ന് വരുവോ മോളെ? ഇന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയണം. എവിടെ? അതെ കിളിമാനൂർ വരെ. അവിടെ ആരാ? അത് രേവതിക്കുട്ടിയുടെ ചില ബന്ധുക്കാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ ഒന്ന് കാണാൻ പോകണം. നീ ഒരു കാര്യം ചെയ്യാം, അച്ഛന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തേ. അച്ഛനോട് ഈ കാര്യം ഞാൻ പറയാൻ മറന്നുമായിരുന്നു, ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോൾ എന്ത് ചെയ്തു? ഫോൺ ബാലേന്ദ്രനിലേക്ക് കൊടുത്തു. ആ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ഇവിടെ എങ്ങനെ പഠിച്ച ചായയൊക്കെ ഇതൊന്നും ഇവൾക്ക് അറിയില്ലാത്ത കാര്യങ്ങളാണല്ലോ. അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു, അച്ഛാ അതൊക്കെ എന്നെ അലീന ചേച്ചി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ റിഹേഴ്സലും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് അലീന ചേച്ചി പോയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ അലീനോട് പറഞ്ഞു, അലീന നീ ആൾ കൊള്ളാലോ എന്ന് പറയണം. ഈ സമയത്ത് അലീന പറഞ്ഞു, അച്ഛാ എനിക്ക് ഒരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു. എന്താ? ഇന്ന് ഞങ്ങൾ കിളിമാനൂർ വരെ പോകുന്നു പറഞ്ഞു. കിളിമാനൂരോ? അതെന്താ അവിടെ? അത് പിന്നെ അച്ഛാ കിളിമാനൂർ രേവതിക്കുട്ടിയുടെ ചില ആൾക്കാരൊക്കെ ഉണ്ട്, അച്ഛനും മുത്തശ്ശനൊക്കെയോ. അതെങ്ങനെ അച്ഛനും മുത്തശ്ശനൊക്കെ? അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലോ. അങ്ങനെ ഒരു സംഭവമൊക്കെ ഇതിന്റെ ഇടയ്ക്ക് നടന്നു. കഥകളൊക്കെ ഞാൻ വന്നിട്ട് വിശദമായിട്ട് പറയാം. അല്ല അപ്പൊ നിങ്ങൾ എങ്ങനെ പോകുന്നേ? മനുവേട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും മനുവേട്ടനും പിന്നെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും കൂടെ പോകും. അപ്പൊ മാമച്ചൻ വരുന്നില്ലേ? അങ്കിൾ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി എന്ന് പറയണം. ശരി അന്ന് അങ്ങനെ ആട്ടെ എന്ന് പറയണം. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് അലീന അവിടെ നിൽക്കുന്ന സമയത്താണ് ഒരു കാറും കൂടെ വരുന്നുണ്ട്. മണിശങ്കറാന്ന് അലീനയ്ക്ക് അപ്പൊ തന്നെ മനസ്സിലായി. പിന്നീട് മണിശങ്കർ അങ്ങോട്ട് കയറി വരുന്നത് അലീനെ നോക്കി നിന്നു. അങ്ങനെ മണിശങ്കർ അങ്ങോട്ട് വന്നിട്ട് അലീനെ നോക്കണം. അപ്പോഴേക്കും അലീന എന്താ മനുവേട്ടാ നോക്കുന്നത്? ഒന്നുമില്ല, നിന്റെ സൗന്ദര്യം കണ്ടാന്ന് പറയണം. പോ മനുവേട്ടാന്നൊക്കെ അലീന പറഞ്ഞു. അപ്പോഴേക്കും മനുഷ്യൻ ചോദിച്ചു, അല്ല നിങ്ങൾ റെഡി ആയില്ലെന്ന് ചോദിച്ചു. ഞാൻ റെഡി ആയിട്ടിരിക്കാം, ബാക്കിയുള്ളവർ റെഡി ആയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അല്ല മനുവേട്ടാ മനുവേട്ടൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാനൊരു ബ്ലാക്ക് കോഫി കുടിച്ചെന്ന് പറയണം. ഞങ്ങൾ ഒരു ചായ കുടിച്ചോളൂ, പോകുന്ന വഴിക്ക് നമുക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു. ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പിന്നീട് അലീന പറഞ്ഞു, അതെ മാമച്ചനങ്ങൾ വരുന്നില്ലെന്ന് പറയണം. അതെന്താ? അങ്കിൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ. പിന്നീട് അലീനയുടെ മുഖത്തേക്ക് തന്നെ മനുഷ്യങ്ങൾ നോക്കുകയാണ്. ഈ സമയത്ത് അലീന എന്താ മനുവേട്ട എങ്ങനെ നോക്കുന്നത്? അത് ഇഷ്ടമുള്ളതുകൊണ്ട് നിന്റെ മനുവേട്ടാന്നുള്ള വിളി കേൾക്കാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയാവോ? പിന്നെ ഒന്ന് പോ മനുവേട്ടാ സത്യം എന്ന് പറയണം. അപ്പോഴേക്കും രേവതിക്കുട്ടി ചോദിച്ചു, എന്താ സത്യം? എനിക്ക് അറിയണം. അതെ ഒന്നും ഇല്ലാന്ന് പറയണം. നിന്റെ ആന്റി അങ്കിൾ എന്തെന്ന് ചോദിച്ചു. ആന്റി ഇപ്പൊ റെഡി ആയിട്ട് വരും. അങ്കിൾ മടിയന, അങ്കിൾ വരുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, ഞാനില്ലേ ഡ്രൈവറായിട്ട്, ഞാൻ മതിയില്ലോ എന്ന് പറയണം. അപ്പോഴേക്കും ഗ്രേസമ്മ അങ്ങോട്ട് വന്നു. ഗ്രേസമ്മ വന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തോളാം, നമുക്ക് ജോസൂട്ടിനെ കൂടെ വിളിച്ചാലെന്ന് ചോദിച്ചു. അതിന്റെ അല്ല ഡ്രൈവറായിട്ടെ? അതിന്റെ ഒന്നും ആവശ്യമില്ല ആന്റി, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാന്ന് പറഞ്ഞു. ഈ സമയത്ത് അലീനയോടും മനുഷ്യൻ വിളിച്ചു, നിനക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടോ ചോദിച്ചു. ഒരു ഭാഗം എടുക്കാണ്ട്, ഞാൻ പെട്ടെന്ന് പോയി എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ രേവതിക്കുട്ടി അലീനയും കൂടെ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് മനുഷ്യങ്കർ അലീനെ തന്നെ നോക്കുകയാണ്. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അലീനയും കൂടെ ഇറങ്ങി വന്നു മനുഷ്യങ്ങളുടെ അടുത്തേക്ക്. ബാക്കി രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസമ്മയൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അലീനെ മനുഷ്യങ്ങൾ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയണേ. എന്താ? നീ എന്നോടൊപ്പം ഫ്രണ്ടിൽ ഇരിക്കുമെന്ന് ചോദിച്ചു. ഫ്രണ്ടിലോ? അതെന്തിനാ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നത്? അത് ശരിയാവോ മനുവേട്ടാ? ഫ്രണ്ട് സീറ്റിൽ ഇരിക്കേണ്ട ആള് ആന്റിയല്ലേ, ആന്റിയുടെ കാറല്ലേ, ആന്റി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, നമുക്ക് ആ കാറിൽ പോണ്ട, എന്റെ കാറിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അതിനിപ്പോ അവര് സമ്മതിക്കുവോ ആന്റി? അതെ അതൊക്കെ ഞാൻ എന്തേലും പറഞ്ഞോളാം. അതെന്താ മനുവേട്ടാ അങ്ങനെ? അതൊരു കാർ ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ട. കാർ ആക്സിഡന്റോ? എന്താ കാർ ആക്സിഡന്റ് ഉണ്ടാകുന്നേ? അല്ല നീ കാറിൽ പുറകെ സീറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് റിവ്യൂ മിററിലെ കൂടെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എതിരെ വരുന്ന വാഹനം കാണുന്നില്ല, അപ്പൊ പിന്നെ കാർ ഇടിക്കൂലെന്ന് ചോദിച്ചു. ഇത് കേട്ടിട്ട് പലരോട് ഈ മനുവേണ്ട ഒരു കാര്യം എന്ന് പറയണം. പിന്നീട് ചോദിച്ചു, അല്ല ഞാൻ പറഞ്ഞ സത്യമല്ലേ, നീ ഒന്ന് സമ്മതിക്കുമെന്ന് ചോദിച്ചു. മനുവേട്ട അത് പിന്നെ അവരെന്ത് വിചാരിക്കും? അതെ അവരൊന്നും വിചാരിക്കാനില്ല, അത് ഞാനൊരു നമ്പർ ഇട്ടോളാം, നീ എന്റെ കൂടെ നിന്നാ മതി എന്ന് പറഞ്ഞു. നമ്പരോ? അതൊക്കെ ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറയണം. അല്ല എനിക്ക് ഭയങ്കര ടെൻഷനായി. അലീന പറഞ്ഞു, എന്നാലും വേണോ മനുവേട്ടാ? അവരുടെ കാറിൽ പോയ പോലെ, ഇനിയിപ്പോ ആന്റി സമ്മതിച്ചില്ലെങ്കിലോ, നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാം. അങ്ങനെ അവർക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യനോട് പറഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു. എന്താ? എന്റെ കാറിൽ പോയാലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, അത് ശരിയാത്തില്ല, എനിക്ക് വേറുള്ള കാറിൽ പോയാൽ ശരിയാത്തില്ലെന്ന് പറഞ്ഞു. ആ സമയം മാമച്ചൻ ചോദിച്ചു, അതെന്താ മനു ഈ കാറിൽ പോയാൽ? അത് എന്റെ കാറാകുമ്പോൾ എനിക്ക് ഇച്ചിരി ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യായിരുന്നു, എന്റെ കൈക്ക് വഴങ്ങുന്നതായതുകൊണ്ടേ അതാ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയും. അപ്പൊ അങ്ങനെയാണല്ലേ. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, എനിക്ക് വേറെ കാർ കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുലുക്കമായിട്ട് തോന്നും, അപ്പൊ എന്റെ നടുവൊഴിയും, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അലീന മനുഷ്യങ്കരെ നോക്കി. അപ്പോഴേക്കും മനുഷ്യൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല ആന്റി എന്ന് പറഞ്ഞു. മാമച്ചൻ പറഞ്ഞു, ആ കാർ നല്ല കാറാ ഗ്രേസം എന്ന് പറയണം. അപ്പോഴേക്കും അലീനയോട് ഗ്രേസം ചോദിച്ചു, അല്ല അലീന മോളെ നീ ആ കാറിൽ ഇങ്ങോട്ടേക്ക് വന്നേ, യാത്ര എങ്ങനെ ഉണ്ടാവും ചോദിച്ചു. അലീനെ പെട്ടു. അലീന പറഞ്ഞു, അത് പിന്നെ എനിക്ക് എല്ലാ കാറും ഒരേപോലെ തന്നെയാന്ന് പറഞ്ഞു, വലിയ കുലുക്കൊന്നും തോന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ശരി അലീന പറഞ്ഞാലേ, അങ്ങനെയെങ്കിൽ അങ്ങനെ, എന്നാ ശരി നമുക്ക് ഇറങ്ങാന്ന് പറയണം. അങ്ങനെ
മാമച്ചനോടൊക്കെ യാത്ര പറഞ്ഞ് അവരങ്ങനെ കാറിലേക്ക് കയറാൻ തുടങ്ങണം. ഈ സമയം ഗ്രേസമ്മ ഫ്രണ്ടിലേക്ക് പോകാൻ ഇരിക്കുമ്പോഴത്തേനും രേവതിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. ആന്റി ഇങ്ങോട്ടേക്ക് വന്ന് കയറാൻ പറയണം. എന്താ അവർ കൊല്ലപ്പള്ളിക്കാർ ഫ്രണ്ടിൽ നിന്ന് പോയിക്കോട്ടെ, നമുക്ക് പുറകെ ഇരിക്കാന്ന് പറയാം. ഓ അത് ശരി. രേവതിക്കുട്ടിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് രേവതിക്കുട്ടി അവസരം കൊടുത്താണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, വേണ്ട, ഞാൻ രേവതിക്കുട്ടി പുറകെ ഇരുന്നോളാം, ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നോളാം, ആര് ഫ്രണ്ടിൽ ഇരുന്നോളാം പറഞ്ഞു. രേവതിക്കുട്ടി പറഞ്ഞു, അത് അങ്ങനെ വേണ്ടാന്ന് പറയണം. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, അതെ അലീന തന്നെ ഫ്രണ്ടിൽ പോയിരുന്നു, ഞാനും എന്റെ മോളും കൂടെ ഈ പുറകിൽ ഇരുന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കൂടെ പുറകെ കയറാൻ തുടങ്ങണം. ആ സമയത്ത് അലീന ഫ്രണ്ടിൽ പോയി കയറി മനുവിനെ നോക്കി. മനുഷ്യങ്ങനെ ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്കും മനു ചോദിച്ചു, എന്താ ഒരു മടി, ഇങ്ങോട്ട് വന്ന് ഫ്രണ്ടിൽ ഇരുന്നല്ലേ വന്നേ, ഇപ്പൊ പിന്നെ ഫ്രണ്ടിൽ ഇരിക്കണം എത്ര ജാടയെന്ന് ചോദിച്ചു. അലീനയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല. അലീന ഒന്നും മിണ്ടിയില്ല. കാരണം അലീനയ്ക്ക് അറിയാം താനിപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്കുട്ടി ഗ്രേസമാന്റിയൊക്കെ നോക്കിയിരിക്കുമെന്ന്. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോകണം. കുറെ ദൂരം കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, അത് മനുവേട്ട ഒരു സ്വീറ്റ്സ് കടയുടെ മുന്നിൽ ഒന്ന് നിർത്തണമെന്ന് പറയണം, ചിന്നിമോൾക്ക് കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങാണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു പറഞ്ഞു, അത് ഞാൻ അങ്ങോട്ടേക്ക് പറയാനിരിക്കുവായിരുന്നു പറഞ്ഞു. പിന്നീട് അലീന പറഞ്ഞു, അതെ ചിന്നിമോൾക്ക് 2 ഫ്രോക്ക് കൂടെ വാങ്ങണം. മനുഷ്യൻ പറഞ്ഞു, അത് ബേക്കറി കിട്ടുമെന്ന് അറിയില്ല, പിന്നെ ചോദിച്ചു നോക്കാന്ന് പറയണം. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി ഗ്രേസമ്മ പുറകെ ഇരുന്ന് ചിരിക്കണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, പിന്നെ ഒരു വളിച്ച കോമഡിയും കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറയണം. മനുഷ്യൻ ഒന്ന് ചിരിച്ചു. അങ്ങനെ അവര് സ്വീറ്റ്സ് കടയുടെ മുന്നിലെത്തി. ആ സമയത്ത് മനുഷ്യൻ ചോദിച്ചു, അല്ല ആരാ എന്നോടൊപ്പം സ്വീറ്റ്സ് വാങ്ങിക്കാൻ ഇറങ്ങി വരുന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് രേവതിക്കുട്ടി പറഞ്ഞു, അത് പിന്നെ അലീന ചേച്ചി വന്നോളൂ എന്ന് പറയണം. ആ സമയം അലീനെ നോക്കി, വിളിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ തയ്യാറായിട്ടല്ല അലീന ചേച്ചി ഇരിക്കുന്നത്, ഒന്ന് വിളിക്കേണ്ട താമസമുള്ളൂ എന്ന് പറഞ്ഞു മനുവേട്ടന്. അത് കേട്ടപ്പോ മനുഷ്യങ്കറിൽ നോക്കി അലീനെ രേവതിക്കുട്ടി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ്. ആ സമയം മനുഷ്യൻ പറഞ്ഞു, ഇപ്പൊ എല്ലാം പൂർത്തിയായെന്ന് പറയണം. അപ്പോഴേക്കും ഒന്നും അറിയത്തില്ലാത്തപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, അതിനെ ഞാൻ ബേക്കറി മേടിക്കാൻ പോയിട്ട് വിളിച്ചിട്ടുണ്ട് വരുന്ന കാര്യം അതിനെക്കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ മനുഷ്യങ്കറോട് ഇറങ്ങി. ആ സമയത്ത് അലീനയും കൂടെ ഇറങ്ങി. അലീന വന്ന് രേവതിക്കുട്ടി ചോദിച്ചു, അല്ല നീ വരണില്ലെന്ന് ചോദിച്ചു. അതെ ഞാൻ വരുന്നില്ല എന്ന് പറയാം. അതെന്താ? മനുവേട്ടനെ കൊണ്ട് പൈസ കൊടുപ്പിക്കാൻ വേണ്ടിട്ടാ. അതെ മനുവേട്ടനല്ല പൈസ കൊടുക്കുന്നത്, ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ കാണാം നമുക്ക്. അപ്പോഴേക്കും അലീന പറഞ്ഞു, പിന്നെ എന്റെ പൈസ കൊടുത്താൽ ഞാൻ ബേക്കറി മേടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാ ശരി ചേച്ചി അങ്ങോട്ട് ചെല്ലി നമുക്ക് നോക്കാന്ന് പറയണം. ഇത് നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞിട്ട് അലീന മനുവിനെ വിളിച്ചിട്ട് മനുവിന്റെ ഒപ്പം അങ്ങോട്ട് ബേക്കറിലേക്ക് കയറി പോകണം. ആ കാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടി ഗ്രേസം ചോദിച്ചു, കൊള്ളാല്ല ആന്റി, അവർ തമ്മിൽ നല്ല ഇണക്കമുണ്ടല്ലേ എന്ന് ചോദിച്ചു. അതെ എന്താടി നിനക്ക് അസൂയ വല്ലതും തോന്നുന്നുണ്ടോ? ഒരു ലേശം തോന്നുന്നുണ്ടെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടിയുടെ ചെവിയെ പിടിച്ചു നുള്ളുവാണ് ഗ്രേസമ്മ, നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ത്യാഗഫലിലേക്ക് എത്തുവാണ്. ഈ സമയം ഗ്രേസമ്മയും രേവതിക്കുട്ടിയുടെ ഫ്രണ്ടിലാണ് കയറി പോവാണ്. അപ്പോഴേക്കും മനുഷ്യനോട് നിൽക്കുക. അലീന ചോദിച്ചു, വരുന്നില്ലെന്ന് ചോദിച്ചു. അല്ല ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താ വന്നിട്ടുണ്ടെങ്കിൽ അല്ല ഞാൻ ആരാന്ന് പറയും. ഓ അതാണോ മനുഷ്യങ്കർ മേനോൻ ഫ്രം കൊല്ലപ്പള്ളി എന്ന് പറയും. അല്ല അപ്പൊ നിങ്ങൾ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലോ അലീനയുടെ ആരാന്ന് ചോദിച്ചാൽ ആരാന്ന് എന്ത് പറയും? ഞാൻ പറയും അങ്കിളുടെ മോനാന്ന്. അല്ല അലീനയും രേവതിക്കുട്ടിയും ഓർഫനാന്ന് അറിയാലോ, അപ്പൊ പിന്നെ ഏത് അങ്കിള്? അത് ശരിയാണല്ലോ അല്ലേ, അന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ഡ്രൈവറാന്ന് പറഞ്ഞോളാന്ന് പറയും. അത് വേണ്ട മനുവേണ്ട, അങ്ങനെ പറയണ്ട, ഡ്രൈവറാണെന്ന് മനുവേട്ടൻ പറയണ്ട. ഒരു കാര്യം ചെയ്യാം, ഗ്രേസമ്മാന്റിയുടെ ആംഗ്ലയുടെ മോനാന്ന് പറയാം. ഗ്രേസമ്മാന്റിയുടെ ആംഗ്ലയുടെ മോനോ കൊള്ളാം. അതുപോലെ പീട്രോ സേവിയറോ അങ്ങനെ അവരുടെ ആരുടെയും മോനാന്ന് പറയണോ മനുഷ്യങ്കർ മേനോന്? പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ എന്ന് അലീന ചോദിച്ചു. അതെ അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഡ്രൈവറാന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നാലും മനുവേട്ട തൽക്കാലത്തേക്ക് അത് മതി, കയറി വരാൻ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറി ചെന്നു. ഈ സമയത്ത് ചിന്നിമോളെ കൊണ്ട് അവിടുത്തെ സിസ്റ്റർ കൂടെ വരുവാണ്. അപ്പോഴേക്കും ചിന്നിമോൾക്ക് രേവതിക്കുട്ടി കണ്ട് ഭയങ്കര സന്തോഷം. രേവതിക്കുട്ടി ഓടിപ്പോയി ചിന്നിമോളെ കെട്ടിപ്പിടിച്ച ഉമ്മയൊക്കെ വെക്കുവാണ്. പിന്നീട് എടുത്തോണ്ട് അലീന എടുത്തേക്ക് വന്നു. അല്ല ഇതാരാന്ന് മനസ്സിലായില്ലേ? അലീന ആന്റി എന്ന് പറയണം. എടി കള്ളി ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അലീന എടുത്തു. പിന്നീട് മനുഷ്യരെ കണ്ടു ചോദിച്ചു, ഇതാരാന്ന് ചോദിക്കാം. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇതേ അലീന ആന്റിയുടെ അങ്കിളുടെ മോനാന്ന് പറയണം. അങ്കിളിന്റെ മോനോ? അതാരാ? അതെ അങ്കിളുടെ മോനെന്ന് വെച്ചാൽ അങ്കിളുടെ മോനെന്ന് പറയണം. കൊച്ചല്ലേ അതിനറിയത്തില്ലല്ലോ കൂടുതൽ കാര്യങ്ങളൊന്നും. അതെ മനുഷ്യങ്കർ അതെ മനുങ്കളൊന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ല ഇതാരാന്ന് അറിയാൻ പാടില്ലെന്ന് ചോദിച്ചു. ഗ്രേസമ്മയെ ചോദിച്ചിട്ട് എനിക്കറിയാം കഴിഞ്ഞ തവണ വന്നല്ലേ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗ്രേസമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്.